നിങ്ങൾക്ക് ടാക്സിന്റെ ഫൈൻ വന്നല്ലേ? ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ? റീസെന്റ് ആയിട്ട് ഞാനൊരു പിക് 37 വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമുക്കൊരു 2-3 എൻക്വയറീസ് വന്നിരിക്കുന്നത് പെനാൽറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇപ്പൊ വാസ്തവയില് സ്ക്രൂട്ടനിയുടെ ഭാഗമായിട്ട് കുറെ പേർക്ക് ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് വന്നിട്ടുണ്ട്. അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. അപ്പൊ നമുക്ക് അത്രയും വലിയൊരു എമൗണ്ട് അടച്ചു തീർക്കുക എന്നുള്ളത് കുറച്ച് ചലഞ്ചിങ് ആണ്. അപ്പൊ നമുക്കത് എങ്ങനെ കുറച്ച് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ബെറ്റർ ആയിട്ട് അത് മാനേജ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഞാൻ എന്ന് പറയുന്നത്. ഈ ഫൈൻ പെനാൽറ്റി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ടാക്സ് കൺസൾട്ടന്റിനെ കണ്ടിട്ട് ഏതൊക്കെ രീതിയിൽ ആ പെനാൽറ്റി ഫൈൻ കുറയ്ക്കാൻ പറ്റും എന്ന് നോക്കി കറക്റ്റ് ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് തന്നെ ട്രസ്റ്റഡ് പ്രൊഫൈൽ ത്രൂ കറക്റ്റ് ആയിട്ടുള്ള റിട്ടേൺ ഫയൽ ചെയ്തിട്ട് നിങ്ങളുടെ ടാക്സ് പെനാൽറ്റി ഫൈനോ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് റീസബ്മിറ്റ് ചെയ്തിട്ടും വലിയൊരു എമൗണ്ട് ഫൈനോ പെനാൽറ്റിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസിന്റെ ഓൺലൈൻ സൈറ്റിൽ കയറിയിട്ട് ഈ പെനാൽറ്റി എമൗണ്ട് ഏതൊരു വേവ് ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആക്കി തരാനോ വേണ്ടിയിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. അതിന് നമ്മളൊരു ഫോം ഫില്ല് ചെയ്യണം. അതിന്റെ കൂടുതൽ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻസസിന്റെ ഡീറ്റെയിൽസും കൊടുക്കണം വിത്ത് പ്രൂഫ്. ഇത് തന്നെ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസിലും ഓൺലൈൻ ത്രൂ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇൻകം ടാക്സ് ഓഫീസിൽ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ചെയ്യുന്നതാണ്. വിത്ത് പോളിഷ് അറിയുന്ന ഒരാളും വേണം എന്നുള്ളതാണ്. ഇനി ഇൻ കേസ് നിങ്ങളുടെ ഡിസിഷൻ നെഗറ്റീവ് ആണെങ്കിൽ നമുക്കിത് വീണ്ടും റീഅപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.